അമേരിക്കയും ഇറാനും തമ്മിലുള്ള രണ്ടാം ഘട്ട ആണവ ചർച്ചകൾ ധാരണയിലെത്താതെ പിരിഞ്ഞു. സങ്കീർണ സാഹചര്യമാണെന്നും എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന വിഷയമല്ലെന്നും ഇറാൻ പ്രതിനിധി വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിലേക്ക് മിസൈൽ തൊടുത്ത് ഇറാനിലെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ തകർക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ലെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയി പറഞ്ഞു. 3 മണിക്കൂറിനുള്ളിൽ ചർച്ച അവസാനിച്ചു. സാഹചര്യം സങ്കീർണമെന്നും ചുരുങ്ങിയ സമയത്തിൽ ചർച്ച അവസാനിച്ചത് ശുഭസൂചനയല്ലെന്നുമാണ് ഇറാന്റെ പ്രതികരണം. കരാറിൽ ധാരണയാകും വരെ ജനീവയിൽ തുടരാൻ ഒരുക്കമാണെന്ന നിലപാടിലാണ് ഇറാൻ. അമേരിക്കൻ പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫും ജറാഡ് കഷ്നറും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും ചർച്ചയിൽ പങ്കെടുത്തു. ഇരുകൂട്ടരും ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ ബിൻ ഹമാദ് അൽ ബുസൈദിക്ക് മുന്നിൽ ആവശ്യങ്ങൾ അവതരിപ്പിച്ചു. ചർച്ചകളിൽ പരോക്ഷമായി താനും പങ്കെടുക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. അമേരിക്കൻ ഉപരോധം അവസാനിപ്പിക്കാതെ ചർച്ചയിൽ ധാരണയാകില്ലെന്നാണ് വിലയിരുത്തൽ. ഇതിനിടെയാണ് ഹോർമൂസ് കടലിടുക്കിലേക്ക് ഇറാന്റെ മിസൈൽ പ്രയോഗം. മേഖലയിൽ ഇന്നലെ ഇറാൻ സൈനികാഭ്യാസം നടത്തിയിരുന്നു. അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രത്തിന് വഴങ്ങില്ലെന്ന സൂചനകളാണ് ഇറാൻ നൽകുന്നത്. ഇറാനെ തകർക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ലെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയി പരസ്യ പ്രസ്താവന നടത്തി. ഇറാൻ നേരിയ തോതിൽ പോലും യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നത് അനുവദിക്കില്ലെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇത് തങ്ങളുടെ അവകാശമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇറാൻ. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.